ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ യു കെയിൽ വണ്ടി ഓടിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അക്യൂ സെൻസസ് എന്നൊരു ടെക്നോളജി ഫേം പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്ത AI ക്യാമറ യു കെയിലെ പല സ്ഥലങ്ങളിലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ക്യാമറ വഴി നിങ്ങൾ 2 കിലോമീറ്റർ മുമ്പേ തന്നെ നിങ്ങൾ ഡ്രൈവിംഗ് ആക്ടിവിറ്റി ക്യാപ്ചർ ചെയ്യാനും ആ ഡ്രൈവിംഗ് ആക്ടിവിറ്റി ക്യാപ്ചർ ചെയ്തിട്ട് അതിൽ നിങ്ങൾ ഡ്രൈവിങ്ങിനിടയിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടോ, സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് നാവിഗേറ്റർ യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ കെയർലെസ് ഡ്രൈവിംഗ് ആണ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മളെ ഡിറ്റക്റ്റ് ചെയ്ത് നമുക്ക് ഫൈൻ ഇടാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഈ 2 കിലോമീറ്റർ മുമ്പേ ഈ ക്യാമറ ക്യാപ്ചർ ചെയ്യുന്നു. അതുപോലെ തന്നെ 300 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു ഒബ്ജക്റ്റ് വരെ അവർക്ക് ക്യാപ്ചർ ചെയ്യാനും AI ക്യാമറ വഴി അതിൻ്റെ അകത്ത് നമ്മുടെ ആക്ടിവിറ്റീസ് ഡിറ്റക്റ്റ് ചെയ്യാനും കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ AI ക്യാമറ വഴി നമ്മളെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫൈൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഡ്രൈവിങ്ങിനിടയിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ 200 പൗണ്ട് ഫൈനും 6 പെനാൽറ്റി പോയിൻറ്റ്സുമാണ് വരുന്നത്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ റെഡ് സിഗ്നൽ ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 പൗണ്ട് ഫൈനും അതുപോലെ തന്നെ 3 പെനാൽറ്റി പോയിൻറ്റ്സും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇൻഷുറൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2000 പൗണ്ട് വരെ ഫൈനും 6 പെനാൽറ്റി പോയിൻറ്റ്സും വരുന്നതാണ്. അതുപോലെ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ 500 പൗണ്ട് വരെ ഫൈൻ വരുന്നതാണ്. അത് കുട്ടികൾക്കും ബാധകമാണ്. സീറ്റ് ബെൽറ്റ് അവരും നിർബന്ധമായിട്ടും ധരിച്ചിരിക്കണം. അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള MOT ഇല്ലാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ 1000 പൗണ്ട് വരെ ഫൈൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഫൈനൊക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ഡ്രൈവിങ്ങിനിടയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മൊബൈൽ ഫോൺ യൂസ് ചെയ്യാതെ ഇരിക്കുക. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഇടാൻ നിർബന്ധമായിട്ട് ഓർക്കുക. അതുപോലെ തന്നെ നാവിഗേറ്ററിൽ അനാവശ്യമായിട്ട് ടച്ച് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഡ്രൈവിങ്ങിനിടയിൽ കെയർലെസ് ആയിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതും വരെ ബൈ.